السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، وصلى الله على نبينا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമായ രാത്രികളിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. നമ്മുടെ മുൻഗാമികളായ സഹാബികളും താബികളും തബ് താബികളും 3-10 ദിവസങ്ങളെ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്നു. 3-10 ദിവസങ്ങൾ, ഒരു വർഷത്തിലെ 3-10 ദിവസങ്ങളെ അവരേറ്റവും മഹത്വത്തോടു കൂടി കണ്ടിരുന്നു. അതിലൊന്ന് മുഹറത്തിലെ ആദ്യത്തെ 1 മുതൽ 10 ദിവസമാണ്. 2 ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. 3 റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളാണ്. അപ്പൊ സലഫുകൾ, സഹാബികൾ, താബികൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി പരിഗണിച്ചുവെങ്കിൽ അത് ദീനിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റമദാനിന്റെ അവസാനത്തെ 10-ലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി അനുസരിച്ച് ഇതുവരെ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി നന്മകൾ, പുണ്യങ്ങൾ, സ്വതക്കകൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, സ്വലാത്തുകൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കുറയ്ക്കുകയല്ല വേണ്ടത്, കൂട്ടുകയാണ്. അതൊക്കെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ സമയമാണ്, ഞാൻ ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ആവശ്യം സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു പ്രസിദ്ധമായ ഒരു ഉദ്ധരണി, ചില റിപ്പോർട്ടുകളിൽ ഹദീസുകളാണെന്നും അദ്ദേഹം പറഞ്ഞു, മനിസ്തതഅ മിൻകും അൻ യകൂന ലഹു ഖബീഉം മിൻ അമലി സ്വാലിഹ് ഫൽയഫൽ. ഇന്നത്തെ വിഷയം, നിങ്ങളിൽ ഒരാൾക്ക് രഹസ്യമായിട്ട് ഒരു സൽക്കർമ്മം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അത് ചെയ്യട്ടെ. ആരും അറിയരുത്. നമ്മളും അല്ലാഹുവും അല്ലാതെ ആ സൽക്കർമ്മങ്ങൾ ആരും അറിയാതെ ഒരു കാര്യം, ഏതെങ്കിലും ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ആ അമലി സ്വാലിഹ്, നമ്മൾ റബ്ബ് അല്ലാത്ത ഒരാളും അറിയാത്ത ഒരു നന്മകൾ നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അത് ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുകൊണ്ട് ഭാര്യമാർ അത് റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ സഹാബികൾ അത് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരാൾ രഹസ്യമായി അമല് ചെയ്താൽ അതെന്തുമാകാട്ടോ, നമസ്കാരാകാം, ദിക്റുകളാകാം, ദുആകളാകാം, അതുപോലെ തന്നെ സ്വതക്കയാകാം, എന്ത് പുണ്യപ്രവർത്തനമാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യിൽ ഗനിയിൽ ഖഫീ. രഹസ്യമായി നന്മ ചെയ്യുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ നമ്മൾ പരസ്യമായിട്ട് ഇവിടെ ചെയ്യുമ്പോ തറാവീഹ്, അത് നിർബന്ധ നമസ്കാരത്തിന് പുറമെ ഐച്ഛിക നമസ്കാരമാണ്. എന്ന് വെച്ചാൽ സുന്നത്തായിട്ട് അധികമായി ചെയ്താൽ നമുക്ക് കൂലി കിട്ടുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് അത് നിർവഹിച്ചപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. 3 ദിവസം നബി തുടർച്ചയായി നമസ്കരിക്കാം. പക്ഷെ ഇപ്പൊ നമ്മളെ ഖിയാമുൽ റമദാൻ അല്ലെങ്കിൽ തറാവി നമസ്കരിച്ചതിനേക്കാളും കൂടുതൽ കൂലി
ആരും അറിയാതെ നിസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത്, ഫസല്ലു അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ നിങ്ങൾ നമസ്കരിക്കുവിൻ. ആ നമസ്കാരം ഒരാള് നിർബന്ധ നമസ്കാരമല്ലാത്ത നമസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നതാണ് ഏറ്റവും അഫ്വലായ സ്വലാത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫർദ് പള്ളിയിൽ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ റമദാനല്ല, ഈ ഒരു ജമാഅത്തിന് അതിനൊരു മഹത്വമുണ്ട്, അതിനൊരുപാട് നന്മ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പൊ നീ റമദാൻ കഴിഞ്ഞാല്, ഇതോടുകൂടി കഴിഞ്ഞില്ലല്ലോ, റമദാൻ കഴിഞ്ഞാൽ ഖിയാമുൽ ലൈൽ കഴിഞ്ഞില്ല, എല്ലാ ദിവസവും ഉള്ളതാണ് ഇത് ഖിയാമു റമദാൻ. അപ്പൊ നമ്മൾ വീട്ടിൽ വെച്ച് എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് നമസ്കരിക്കുക. സുന്നത്ത് നമസ്കാരം നമ്മൾ പള്ളിയിൽ വന്ന് 2 റക്അത്ത് സുബഹി നമസ്കരിക്കുന്നു, ഇത് ജമാഅത്തിൽ കൂടുന്നു. അതേ 2 റക്അത്ത് നിങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ, റൂമിൽ വെച്ച് നമസ്കരിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ കൂലി അതിനാണ്. കാരണം അത് ആരും അറിയുന്നില്ല. മാത്രമല്ല വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. ഒരുപാട് ഗുണപാടുണ്ട് വീട്ടിൽ നമസ്കരിക്കുന്നത്. കാരണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അധികം റൂമിൽ വെച്ച്, ഹുജ്റയിൽ വെച്ച് പ്രവാചകൻ നമസ്കരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് ആർക്കും അറിയില്ല, അത് അള്ളയും അവരും തമ്മിലാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ കാണാനില്ല. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ വഹി ഇറങ്ങുക. ആയിഷ റളിയല്ലാഹു ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ റസൂലുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ വഹി ഇറങ്ങുന്നത് വേറെ ഭാര്യമാരെ അപേക്ഷിച്ച്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഉറക്കത്തിൽ എന്ത് ചെയ്തു? റസൂലുള്ളാഹിനെ തരികയാണ്, കാണാനില്ല നബിയെ. അപ്പൊ അന്ന് വെളിച്ചൊന്നും കരണ്ടൊന്നുമില്ല, അതല്ലെങ്കിൽ വിളക്കുകളില്ല. അപ്പോ മെല്ലെ ഇങ്ങനെ തെരഞ്ഞു പോകുകയാണ്. അപ്പൊ തെരഞ്ഞു പോകുമ്പോ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിന്റെ അടിയിൽ പോയിട്ട് തൊടുക. റസൂൽ സുജൂദിലോ അല്ലെങ്കിൽ റുക്കൂലോ ആണ്, പ്രവാചകന്റെ കാൽപാദത്തിൽ പോയി തൊട്ടു എന്നാണ്. അപ്പൊ ആ നിസ്കാരം കഴിഞ്ഞ റസൂൽ വെച്ച് എന്താ ചോദിച്ചു? അപ്പൊ ആയിഷ പറയണേ, ഞാൻ വിചാരിച്ചു, ഞാൻ വിചാരിച്ചത് വേറെ റൂം പോയിട്ടുണ്ടോ എന്നാണ് ഞാൻ വിചാരിച്ചത്. ആയിഷ കുറെ ഹുജറുണ്ടല്ലോ റൂമുകൾ. റസൂല് നിങ്ങൾ വേറെ വിഷയത്തിലാണ്, കാരണം നിങ്ങൾ നമസ്കാരം, ഞാൻ വിചാരിച്ച വിഷയത്തിലല്ല, നിങ്ങൾ നമസ്കാരത്തിലാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ആയിഷ അറിയുന്നില്ല റസൂൽ നമസ്കരിക്കുന്നത്. അത് എഴുന്നേറ്റപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് എന്ന് അറിഞ്ഞത്. ഇപ്പൊ ഖബർ സന്ദർശനത്തെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്, ഒരു പേജുള്ള ഹദീസാണത്. ആ പ്രാർത്ഥന എങ്ങനെ പഠിപ്പിക്കുക വെച്ചാൽ, ഇതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ്, അതായത് ആയിഷ റളിയല്ലാഹു കാണാനില്ല, റസൂലിനെ കാണാനില്ല. അപ്പൊ റസൂലിന്റെ ബക്കീലേക്ക് പോയിരിക്കുകയാണ്, ഖബർസ്ഥാനിലേക്ക്. ജിബ്രീൽ പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ബക്കീൽ, അത് ആയിഷ റളിയല്ലാഹു അൻഹ അറിഞ്ഞിട്ടില്ല. ആ സുദീർഘമായ ഹദീസ് ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ അത് വളരെ രഹസ്യമായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, നിർദ്ദേശപ്രകാരം അത് ജനങ്ങൾ പഠിക്കണമെന്ന നിലയ്ക്കാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസുകളെല്ലാം ഉദ്ധരിക്കുന്നത്. അവർ പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ രാത്രി നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. സുബ്ഹാനല്ലാഹ്, അതിന്റെ ദൈർഘ്യം, അതിന്റെ ഭംഗി, അതിന്റെ സൗന്ദര്യം, അതിന് അത്രമാത്രം വളരെ, അത് വെച്ചാൽ നമ്മൾ നിസ്കരിച്ചു, നമ്മളിപ്പോ സത്യത്തില് നമ്മൾ ഇത്ര വർഷമാണ് നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടില്ല. എന്നുവെച്ചാൽ അത്രയും ദൈർഘ്യം. ഞാൻ ഹദീസ്, ഇമാം മുസ്ലിമിന്റെ ഹദീസ് വായിച്ചപ്പോ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ രാത്രി നമസ്കരിക്കാൻ വേണ്ടി നിന്നു. നമ്മൾ അത്ഭുതപ്പെടുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത്, സൂറത്തുൽ ബഖറ തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു 100 ആയത്ത് എത്തിയാ റസൂൽ റുക്കൂ ചെയ്ത് ഞാൻ വിചാരിച്ചു. പിടുത്തം വിട്ടു, 100 കഴിഞ്ഞു പോവുകയാണ്, റസൂൽ ഇങ്ങനെ കഴിഞ്ഞു ഓതി പോവുകയാണ്. പിന്നെ ഏതായാലും ഞാൻ വിചാരിച്ചു ബഖറ കഴിഞ്ഞാൽ നിർത്തുന്നു. ബഖറയിൽ എത്ര ആയത്താ? 286 അല്ലെ, 286 ആയത്ത്, അത് കഴിഞ്ഞു. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹു, പിന്നെ അബ്ദുല്ലാഹി മസ്ഊദ് ഞാൻ പറഞ്ഞു, വിചാരിച്ചു എന്തായാലും ബഖറ കഴിഞ്ഞാൽ റുക്കൂ ചെയ്യുന്നു. റസൂൽ സൂറത്ത് നിസാ ഓതി. 176 ആയത്താണ് അതിന്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു 170 ഇത് കഴിഞ്ഞാലെങ്കിലും നിർത്തുമെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ആൽ ഇംറാൻ ഓതി. 200 ആയത്താണ്. ഒന്ന് കൂട്ടിക്കൊള്ളി, 286, 176, 200. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഇരുന്നാലോ എന്ന് വിചാരിച്ചു. റസൂലുള്ളാഹിന്റെ ബാക്കിലാണ് നിൽക്കുന്നത്. അത്രയും ദൈർഘ്യമായിരുന്നു നമസ്കാരം. അതിനെങ്ങനെ മുത്തറസ്സില, സാവകാശമായിരുന്നു ഓതിയിരുന്നത്, സ്പീഡല്ല. ഇങ്ങനെ ചില പള്ളിയിൽ പോയാണ്ടല്ലോ ഫാത്തിഹയ്ക്ക് 2 ശാസ്ത്രയൊക്കെ പോകുന്ന പള്ളികളുണ്ട്. ചെയ്യരുത്.
അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരാണ്. അങ്ങനെ എഴുതിയ പള്ളിയിൽ പോയി നമ്മൾ പറയുന്നത് ഇമാമിനോട്. പ്രവാചകൻ ഓരോന്നും നീട്ടിയായിരുന്നു ഓതിയിരുന്നത്. ഇങ്ങനെ ഒറ്റ ശാസ്ത്രം റസൂലുള്ള 4-5 ആയത്ത് അടുപ്പിച്ച് ഓതൂല. അങ്ങനത്തെ ഒരു ശൈലി പ്രവാചകനില്ല. ഇത് ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ ഓതി തീർക്കുക. എന്തോ ഒരു 10-23 റക്കഅത്ത് ആർക്കോ ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് വളരെ വേഗത്തിലാണ് ചെയ്യരുത്. മുത്തറസ്സില, സാവകാശോദ, അതിനൊരു ഭംഗിയും എന്ന് പറയാൻ റസൂൽ ദൂത് മാത്രല്ല. അതിൽ തസ്ബീഹ് ചെയ്യേണ്ട ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ തസ്ബീഹ് ചെയ്യും. ചോദിക്കേണ്ട ആയത്തുകൾ, അള്ളാഹിന്റെ പ്രാർത്ഥിക്കേണ്ട ആയത്തുകൾ കടന്നു പ്രാർത്ഥിക്കും. റഹ്മത്തിന്റെ ആയത്തുകൾ ചോദിക്കും. അഭയം തേടേണ്ട ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോ അഭയം തേടും. അപ്പൊ ആയത്ത് ഓതുമ്പോ നരകം വരുമ്പോ നരകത്തിൽ നിന്ന് അഭയം തേടണം. സ്വർഗം വരുമ്പോ സ്വർഗം ചോദിക്കണം. ചില ശിക്ഷയുമായി ബന്ധപ്പെട്ടുമ്പോ അതിന് രക്ഷ തേടണം. അത് നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ ചിന്തിച്ചോതുന്നതിന്റെ ഒരു അടയാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് എന്റെ ക്ലാസ്സിൽ ലക്ഷ്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നു മുതൽ, അല്ലെങ്കിൽ കുറെ നന്മകൾ ചെയ്യുന്നവരുണ്ട്, നമ്മളും റബ്ബും മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു നന്മ മരിക്കുന്നു വരെ നിലനിർത്തുക. എന്തുമാകാം. ഒരു ആയത്ത് ഓതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്ത എന്തുമാകാം. അത് അത് റിയാ ഇല്ലാതെ ആരും ആരെയും കാണിക്കാനല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനല്ല, റബ്ബിന്റെ ഇഷ്ടത്തിന് മാത്രം ചെയ്തൊരു കർമ്മം. ഇടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. സാധാരണ ഇപ്പൊ ഇമാമ് വിത്തർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ചോ? കേട്ടോ? അത് ഇമാം മാത്രം പ്രാർത്ഥിക്കേണ്ടതാ? അല്ലല്ലോ. നമ്മളെല്ലാരും പ്രാർത്ഥിക്കണമെന്ന് അങ്ങ് പറയല്ല. അതായത് വിത്തർ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു സുന്നത്താണ് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് 3ാമത്തെ തവണ നീട്ടിയിട്ടും ശബ്ദം കൂട്ടിയിട്ടും പ്രവാചകൻ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയും. അപ്പൊ അതെന്ത് ചെയ്യണം? എല്ലാരും ഇമാമ് റസൂൽ പറഞ്ഞു കൊടുത്ത് സ്വഹാബികൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളൊക്കെ നമസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ചൊല്ലണം. ഇപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്നില്ല സലാം കിട്ടിയാല്, അതെന്താ പറയാ, അത് സെറ്റായി. നമ്മൾ സലാം കിട്ടിയാൽ എന്ത് ചെയ്യും? വരില്ല ഓർഡർ. നമ്മൾ ഫർനിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അസ്തഗ്ഫിറുല്ലാഹ് വരും. ഇതുപോലെ വിത്ത് നിസ്കാരം കഴിഞ്ഞാൽ എന്ത് വരണം? അത് വരണം. അതൊരു അതായത് സംഭവം ഹദീസ് കിതാബുകളുണ്ട്, സാധാരണ ഉപയോഗിക്കാത്തതുകൊണ്ട്. അപ്പൊ അത് ഇമാംമാരൊന്ന് ആളുകളെ പഠിപ്പിക്കുക. ആ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് രഹസ്യമായ നന്മകൾ, ചെറിയൊരു നന്മ മതി, പക്ഷെ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹുവിന് ഇഷ്ടം നമുക്ക് ലഭിക്കും. ഇപ്പൊ നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. അപ്പൊ റസൂലുള്ളാഹിന്റെ സ്വപ്നത്തിന് പ്രത്യേകത ഉണ്ട്, അത് വഹിയാണ്. റുഅയൽ അംബിയാ വഹിയുൻ, അംബിയാക്കന്മാരെ കാണുന്ന സ്വപ്നം വഹിയാണെന്നാണ്. അപ്പൊ സ്വപ്നം കണ്ടു. അങ്ങനെ സ്വപ്നത്തിന് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു പ്രവേശിച്ചതായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരു ചെരുപ്പടി ശബ്ദം കേൾക്കുന്നു. ചെരുപ്പടി ശബ്ദം കൊണ്ടുപോയത് ജിബ്രീലാണ്. ആ സ്വപ്നം ജിബ്രീലുണ്ട്. അപ്പോ ഈ സ്വപ്നം കണ്ട് സ്വർഗത്തിൽ ഇങ്ങനെ ചെരുപ്പടി ശബ്ദം കേട്ടു. അപ്പൊ ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ ഏതാണ് ഈ ശബ്ദം? എന്റെ മുമ്പിലേക്ക് ഈ ചെരുപ്പടി ശബ്ദം ഏതാണ്? അപ്പൊ റസൂൽ മുഅദ്ദിനുൽ ബിലാൽ, റസൂലെ അത് ബിലാലിന്റെ, താങ്കളുടെ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന ബിലാൽ അല്ലാന്റെ ശബ്ദമാണത്, ആ ചെരുപ്പടി ശബ്ദമാണ്. അങ്ങനെ ആ സ്വപ്നം കഴിഞ്ഞു. സുബഹി നമസ്കരിക്കാൻ റസൂൽ പള്ളിയിലെത്തി. മസ്ജിദ് നബവിയിൽ പള്ളിയിൽ വന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞു. ബിലാൽ അല്ലാനെ വിളിച്ചു. ഇല്ല ബിലാൽ, ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു. അപ്പൊ നമ്മൾ സ്വപ്നം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് വഹിയാണ്. അത് വെറും അങ്ങനെയല്ല, പ്രവാചകന്മാർ കാണുന്ന സ്വപ്നം വഹിയാണ്. ആ നിലയ്ക്ക് നമ്മൾ കാണും. ഞാൻ ഇന്നലെ ഒരു വഹി എനിക്ക് കിട്ടി. അതിൽ സ്വർഗത്തിൽ താങ്കളുടെ എന്റെ മുമ്പ് താങ്കളുടെ ചെരുപ്പടി ശബ്ദം കേൾക്കാൻ മാത്രം എന്ത് അമല ബിലാൽ നിങ്ങൾ ചെയ്തത്? ബിലാൽ റഹ്മാൻ പറയുന്നു, റസൂലേ 2 കാര്യം പറഞ്ഞു, ശ്രദ്ധിക്കുക. നമ്മളത് വളരെ സിമ്പിളാണ്. ഒന്ന്, ബിലാൽ റഹ്മാൻ ബാങ്ക് കൊടുക്കുക. അദ്ദേഹം എപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പും ബാങ്ക് കൊടുക്കുന്നതിന് ഒന്നും എടുത്തു കഴിഞ്ഞ് വന്ന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കും. മനസ്സിലാട്ടോ?
ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് അദ്ദേഹം ബാങ്ക് കൊടുക്കുക. 2, ഉളു നഷ്ടപ്പെട്ടാൽ ഉളു എടുക്കുകയും ഉളുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. 2 റക്അത്ത് സുന്നത്ത്. അതാണ് ഉളുവിന്റെ നിസ്കാരം എന്ന ഹദീസിൽ വരുന്നത്. എന്താ? ഈ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെ റസൂൽ സത്യപ്പെടുത്തിയതുകൊണ്ടാണ്. അപ്പൊ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്കിൽ അതാട്ടോ നീ എന്റെ മുമ്പിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കാം. അപ്പൊ ഇതിപ്പോ എത്ര സിമ്പിള്. 2 റക്അത്ത് നിസ്കരിച്ചു, അത്ര ഒരു ഉളു എടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു, ഇത്രേ ഉള്ളൂ. പക്ഷെ അത് ആരറിഞ്ഞിട്ടില്ല പറയും. ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല, ഒരു മഹ്ലൂക്കും അറിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടുന്നതും വരെ. അതേപോലെ ബാങ്ക് കൊടുക്കാൻ വരും, ആ സമയത്ത് ഒന്നും എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് ബാങ്ക് കൊടുത്തത്. കാരണം പള്ളിയിലാണല്ലോ തഹിയ്യത്താകും. അത് ശ്രദ്ധിക്കുക, പള്ളിയിലാണ് വരുന്നത്. അപ്പൊ 2 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് ബാങ്ക് കൊടുക്കുക. പിന്നെ ഉളു നഷ്ടപ്പെടുമ്പോഴെല്ലാം ഉളു പുതുക്കും. ഉളു പുതുക്കി കഴിഞ്ഞാല് എന്ത് ചോദിച്ചാൽ ഒരു 2 റക്അത്ത് ഉളുവിന്റെ പേര് നിസ്കരിക്കും. ഇത് നബി അറിഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആരറിഞ്ഞു? അല്ലാഹ് എല്ലാവരും അറിഞ്ഞു. ഇതിന് അള്ളാഹ്ക്ക് ഇഷ്ടമായി അമൽ. ഈ അമൽ ഇഷ്ടമായപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്, റസൂൽ ഒന്ന് ചോദിക്കുന്നത്. നോക്കുക, അതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകൾ, ഇത് വലിയ റിസ്ക് ഒന്നുമില്ല. 2 റക്അത്ത് മതി, ആരും അറിയണ്ട. ഇപ്പൊ ളുഹാ നിസ്കാരം, സ്വലാത്തുൽ അവ്വാബീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നിസ്കാരമാണ്. പശ്ചാത്തപിക്കുന്ന ഒരു നിസ്കാരം, അള്ളാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ നിസ്കാരം എന്നാ പറയാ. അപ്പൊ നമ്മൾ എത്ര നമുക്ക് ആവശ്യം, അതൊരു ആയത്താകാം, 2 റക്അത്ത് ഒരു സ്വതക്കയാകാം. കാരണം അള്ളാഹുവിന് ഇഷ്ടം നേടാൻ മാത്രം മഹത്വമാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ടാലോ അത് രസം. ഇവിടെ എന്താ അറിയോ, നമ്മൾ ആരും കാണാതെ ഒരു കർമ്മം ചെയ്താൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ അത് അന്ന് എല്ലാവരും അറിയിക്കും. ആരറിയിക്കും? ബിലാൽ അല്ലാതെ ആരും കാണാതെയാണ് ഇത് ചെയ്തത്. റസൂലിനെ പോലെ അറിഞ്ഞിട്ടില്ല, പക്ഷെ അള്ളാഹ് അറിഞ്ഞു. അള്ളാഹ് അറിഞ്ഞപ്പോ അള്ളാഹ് ഫ്ലാഷ് ആക്കി, കംപ്ലീറ്റ് എന്തായി. ഇപ്പൊ നമ്മൾ അറിഞ്ഞില്ലേ ബിലാൽ റഹ്മാൻ ചെയ്തത്. ബിലാൽ റഹ്മാൻ ആരും അറിയാതെ ചെയ്തത്. അതാണ്. അപ്പൊ രഹസ്യമായി ചെയ്താൽ അത് അള്ളാഹ് പരസ്യമാക്കും, പരസ്യമായി ചെയ്താൽ ചിലപ്പോ അള്ളാഹ് അത് ഇല്ലാണ്ടാക്കും. അതാണ് എന്റെ കർമ്മം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചില നന്മകൾ ഇപ്പോ ഒരിക്കലും ശ്രദ്ധിക്കാം. നമ്മളെ നല്ല സുന്ദരമായ നല്ല പിന്നെ കേൾക്കാനൊക്കെ ഒരു ഇമ്പമുള്ളൊരു ഹദീസാണ്. എന്താ പറഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും പ്രവാചക പത്നിമാർ, ഭാര്യമാരെല്ലാവരും ഒരുമിച്ച് കൂടി നബിന്റെ അടുക്കല്. അപ്പൊ റസൂലുള്ളാഹിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, റസൂലേ, ഞങ്ങളില് ആരാണ് ആദ്യമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിച്ചേരുക? ചോദ്യം മനസ്സിലായോ? അതായത് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടാല് നബിയുടെ ഭാര്യമാർ തന്നെയാണ് സ്വർഗത്തിലും നബിയുടെ ഭാര്യമാർ. എല്ലാവരും ഉണ്ടല്ലേ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുനിയാവിലെ ഭാര്യമാർ തന്നെയാണ് പരലോകത്തിലും സ്വർഗത്തിലും റസൂലുള്ളാഹിയുടെ ഭാര്യമാർ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വേറെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. കാരണം വേറെ വിവാഹം കഴിച്ചാൽ ഒരു ഭാര്യ, ഒരു സഹോദരി അവസാനത്തെ ഭർത്താവിനോടൊപ്പം ആയിരിക്കും സ്വർഗത്തിൽ വരിക. രാത്രിയാണ്, തറാവീഹ് ശേഷം ക്ലാസ് ആണ്, ഞാൻ മനസ്സിലാകാതെ പോയത്. അപ്പൊ സിമ്പിളാണ് കാര്യം. അപ്പൊ ഈ ഭാര്യമാർ ഒരുമിച്ച് കൂടി ചോദിച്ചു, റസൂലേ, ആരാണ് നിങ്ങളുടെ അടുക്കിലേക്ക് ആദ്യമായി വരുന്നത്? ആരാണ് ആദ്യമായി എത്തിച്ചേരുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്റഅകുന്ന ലുഹൂഫൻ ബി അത്വലകുന്ന ബിയദി. എന്താ പറഞ്ഞു? നിങ്ങളുടെ കൂട്ടത്തിൽ കൈ ഏറ്റവും നീളമുള്ളവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി എന്റെ അടുക്കിലേക്ക് വരുന്നത് പറഞ്ഞു. റസൂലുള്ളാഹി പോയിട്ടാവും. പിന്നെ ഇവരെല്ലാ ഭാര്യമാരും ചുറ്റും കൂടി കൈ അളക്കാൻ തുടങ്ങി. എല്ലാ ഭാര്യമാരും വെച്ചിട്ട് കൈ വെക്കി എല്ലാരും കൈ വെച്ചിട്ട്. അപ്പൊ കൈ വെച്ചപ്പോ സൗദാറിന്റെ കൈയാണ് നീളം കൂടുതൽ. അപ്പൊ അവര് തീരുമാനിച്ച സൗദാറുള്ളാന്റെ ആയിരിക്കും. അങ്ങനെ റസൂലുള്ളാഹി മരണപ്പെട്ടു കേട്ടോ. റസൂലുള്ളാഹിന്റെ മരണശേഷം പിന്നെ മരിക്കുന്നത് സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ്. അപ്പൊ ഇവര് ചോദിച്ചതിന്റെ ഉത്തരം ആരാണ് ഏറ്റവും കൂടുതൽ ആദ്യം വരാനാണ്. റസൂലുള്ളാഹിന്റെ ഒപ്പം എത്തുക. അപ്പൊ മരിച്ചതാകട്ടെ സൈനബ ബിൻത് ജഹ്ഷ്. സൈനബ കസീറ, ചെറിയ നമ്മുടെ ആയിഷ റളിയല്ലാഹു അൻഹ കളിയാക്കില്ലേ ഒരു ഹദീസുകള്, കുള്ളിന്ന് വിളിച്ച് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചപ്പോ ചൂടായത്. അപ്പൊ സൈനബ വളരെ ചെറിയ പിന്നെ സഹാബ, അവരാണ് ആദ്യം മരിച്ചത്. സംബന്ധം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞത് കൈ ഏറ്റവും നീളം കൂടുന്നത് പറഞ്ഞത് കൈ ഇങ്ങനത്തെ നീളമല്ല, അവരാണ് ഏറ്റവും സ്വതക്ക ചെയ്യുന്ന സ്ത്രീയായിരുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട സഹാബ വനിതയായിരുന്നു ഏറ്റവും കൂടുതൽ സ്വതക്ക ചെയ്യുന്നത്. അതായത്
അവർ സ്വന്തമായി തോട് ഉറക്കിട്ട് സ്വന്തമായി അധ്വാനിച്ച് അവരെന്ത് ചെയ്യും? ആളുകൾക്ക് അവരെ ഉമ്മുൽ മസാക്കീൻ എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുക, മിസ്കീനുകളുടെ ഉമ്മ. അവൻ ഇത് ആർക്കും അറിയില്ല. അതാ ഈ സ്വതക്ക എന്നത് ഇവര് പോലും അറിഞ്ഞിട്ടില്ല. അവ കൈ നീട്ടം കൂടിയുള്ളത് സൗവാമയാണ്, രാത്രി നമസ്കരിക്കുക കൗവാമയാണ്, ഒരുപാട് നോമ്പെടുക്കും, അതുപോലെ രാത്രി നമസ്കരിക്കും, അതുപോലെ സ്വതക്ക ചെയ്യും. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കഴിഞ്ഞിട്ട്, അപ്പൊ ഇത് റസൂലിന് ആ കൈയല്ല ഉദ്ദേശിച്ചത്, കൈ കൊണ്ടുള്ള സ്വതക്കയാണ് ഉദ്ദേശിച്ചത് എന്ന്. സുബ്ഹാനല്ലാഹ്. നോക്കി നിങ്ങൾ. അപ്പൊ ഇത് രഹസ്യം, ഇത് ആരും അറിയില്ല. ആ സ്വതക്കയിൽ ആരും അറിയുന്നില്ല. ഇങ്ങനെ വഹി കിട്ടി പിന്നീട് ആണ് ഇത് അറിയുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ നന്മകൾ, കുറെ പുണ്യപ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ വിചാരിച്ചാൽ കഴിയും. ഒരുപാടൊന്നുമല്ല, ഒരു രണ്ടായത്ത് ഓതി പഠിക്കുന്നു, ഒരായത്ത് നിങ്ങൾ തഫ്സീർ നോക്കി, അമാനി പോലും തഫ്സീർ നോക്കി വായിക്കുന്നു. അതാരും അറിയുന്നില്ല. ഭാര്യ പോലും ഒരു ഭാഗത്തിരുന്ന് ഓഫീസിലോ റൂമിലോ പള്ളിയിലോ, പള്ളി വേണ്ട, അത് എല്ലാവരും കാണുന്ന വിചാരിക്കണ്ട, ഒരു ഭാഗത്തിരുന്നിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയാം. അപ്പൊ അർശിന് തണല് കിട്ടുന്ന വിഭാഗത്തിൽ രണ്ട് വിഭാഗം രഹസ്യമായി കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അതിലൊന്ന് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനോർത്ത് കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് കരയുന്ന മനുഷ്യൻ. അത് ആണുമാകാം പെണ്ണുമാകാം സ്ത്രീ ആരുമാകാം. അപ്പൊ ഒറ്റക്കിരുന്ന് കരയാ, ആരും അറിയുന്നില്ല അള്ളാഹു അല്ലാതെ. നമ്മുടെ ചെയ്ത തെറ്റുകൾ, പോരായ്മകൾ, വീഴ്ചകൾ അള്ളാഹുവോട് പറയാ, കരയാ, പ്രാർത്ഥിക്കാം. മറ്റൊന്ന് സ്വതക്കയാണ്, വലുത് കൈ ചെലവഴിക്കുന്ന വെച്ചാൽ ആരും അറിയാതെ സ്വതക്കകൾ. വലിയ നന്മയാണ്, വലിയ പുണ്യാണ്. ഇസ്ലാമിക ചരിത്രത്തില് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രസംഗത്തിലൊക്കെ, അലി റളിയല്ലാഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹുവിന്റെ മകനുണ്ട് അലി, അദ്ദേഹത്തിന്റെ പേര് അലിയാണ്. എന്താണ് വല്ലിപ്പാന്റെ പേര് ഇട്ടുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ വല്ലിപ്പാന്റെ. ഉമ്മൻചാണ്ടിയൊക്കെ അങ്ങനെയാണ്. നമ്മൾ ആ പകുതിയായിട്ട് നിങ്ങൾക്ക് പ്രസംഗം കേട്ടിട്ടില്ലേ, ചാണ്ടി ഉമ്മൻ. അപ്പൊ അങ്ങനെ കട്ട് ചെയ്തിന്റെ പേര് അവര് അതേപോലെയാണ്. അപ്പൊ അതിവിടെ അലി റളിയല്ലാഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹുവിന്റെ മകൻ അലി ഇബ്നു ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയില് മരണപ്പെട്ടു. അലി ഇബ്നു ഹസൻ റളിയല്ലാഹു മരണപ്പെട്ടു. മയ്യത്ത് കുളിപ്പിക്കുമ്പോ അദ്ദേഹത്തിന് മുതുകില് മുഴുവൻ കറുത്ത പാടുകൾ, എന്തോ ചുമടേറ്റിയ പാടുകൾ. അപ്പോ കൂടുള്ളവർക്ക് ആർക്ക് അദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോയതായിട്ടോ അല്ലെങ്കിൽ ഏറ്റവുമായിട്ടോ ഒന്നും അറിയില്ല. സ്വഭാവമായിട്ട് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഇങ്ങനെ പൊതുവെ രഹസ്യമാക്കാൻ. അപ്പൊ ഇത് ഒരു അടയാളം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രയാസമായിരിക്കും, ഒന്നും അറിയില്ല. അപ്പൊ ഏതായാലും അവര് അത് മറച്ചു വെച്ചു വെച്ചാൽ അത് കൂടുതൽ സംസാരിച്ചില്ല. എന്തോ ഒരു അടയാളം, നമുക്ക് അള്ളാഹു എന്തായാലും കുറെ ചുമടെത്തിയ അടയാളാണ്. അങ്ങനെ അദ്ദേഹത്തെ മയ്യത്ത് മറമാടി കഴിഞ്ഞപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മദീനയിലെ കുറച്ച് സ്ട്രീറ്റുകൾ, കുറച്ച് തെരുവുകളിൽ നിന്ന് കുറെ കുടുംബങ്ങൾ ഇങ്ങനെ വരികയാണ്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം വീട്ടിൽ ആരോ എത്തിച്ചു തന്നിരുന്നു, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഫുഡ് എത്തുന്നില്ല എന്നിട്ട് പരാതിയായിട്ട് കുറെ ഫാമിലികൾ വരികയാണ്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്, ഇവര് വീട്ടിൽ രാത്രി ആരും അറിയാതെ വീട്ടിന്റെ മുന്നിൽ ചാക്കുമേറ്റി ഈ അലി ഇബ്നു ഹസൻ അലി റളിയല്ലാഹു അദ്ദേഹമാണ് കൊണ്ടുവച്ചിരുന്നത്. അത് അപ്പോഴാണ് ഈ മയ്യത്ത് ഒളിപ്പിച്ചവര് പറയുന്നത്, വെറുതെ അല്ല അദ്ദേഹത്തിന്റെ മുതുകിൽ ഈ അടയാളം കണ്ടത് എന്ന്. ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ ആരും അറിയാത്ത കർമ്മങ്ങൾ ഒരാൾ ചെയ്താൽ അള്ളാഹു അതെല്ലാവരും അറിയിക്കും. അതുകൊണ്ടപ്പോൾ നമ്മൾ അറിഞ്ഞത് മനസ്സിലാണോ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ അത് അള്ളാഹ് എല്ലാവരും എത്തിക്കും. നിങ്ങൾ പഠിച്ച ഹദീസില് അള്ളാഹ്ക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടാല് അള്ളാഹ് ജിബ്രീലിനോട് പറയും, ജിബ്രീൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു ജിബ്രീൽ, നീ മലക്കുകളോട് പറയുവര്. കോടി മലക്കുകൾ സംസാരിക്കും, മലക്കുകൾ പറയും ജിബ്രീലിനോട്. ജിബ്രീൽ മലക്കുകളോട് പറഞ്ഞാൽ മലക്കുകൾ ഭൂമി ലോകത്തുള്ള നല്ല ആളുകളുടെ മനസ്സിൽ അവരെ കൊണ്ട് ഇഷ്ടം തോന്നിപ്പിക്കും, അവരെ കുറിച്ച് സ്നേഹം. അത് അള്ളാഹ് കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നാന്ന് വിചാരിക്കാം. ഒരാളോട് നമ്മൾ പള്ളിയിൽ വരുന്നു കുറെ നാൾ, അപ്പൊ അയാളുടെ ഇഷ്ടം തോന്നുന്നത് അള്ളാഹ് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഇത്രയും നമ്മുടെ ആവശ്യം, ക്ലാസിന്റെ ആവശ്യതാണ്, നമ്മൾ മരിച്ചു പിരിയുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെറിയ നന്മകൾ, ആരും അറിയണ്ട, അത് നിങ്ങളൊരു 5 രൂപ ചെലവഴിച്ച 10 രൂപ മതി. അത് ആരും അറിയാം, നമ്മൾ റബ്ബല്ലാതെ വരാ, അതൊരാൾക്ക് സ്വതക്ക ചെയ്യുക. 2 ആയത്ത് ഓതുക, 2 റക്അത്ത് നമസ്കരിക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും നന്മ നിങ്ങൾ ഒരാൾക്ക് എന്തുമാകാം ഇന്നതെന്നില്ല. ഇപ്പൊ ഇതിനെ സൂചിപ്പിച്ചു. ഇപ്പോ ഇസ്ലാമിക ചരിത്രത്തില് അത് ഇസ്ലാമിക ചരിത്രമാണ്, തെളിഞ്ഞ രേഖകളുള്ള തുല്യതകളില്ലാത്ത ചരിത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബഹി കഴിഞ്ഞ് അദ്ദേഹം വേഗം പോകും, പുറത്തിറങ്ങി പോകും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ച് എന്നും ഇങ്ങനെ പുറത്തു പോകുന്നുണ്ട്. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ
അദ്ദേഹം ഒരു വീട്ടിൽ ഒരു ചെറിയൊരു കുടിലുണ്ട്, വീട്ടിലേക്കാണ് പോകുന്നത്. കുറച്ച് സമയം അതിനോട് പോണാണ്, കുറച്ചായിട്ട് അദ്ദേഹം ഇറങ്ങി പോകുന്നതാണ്. സുബി കഴിഞ്ഞിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് ഒരു ഭരണാധികാരിയാണ്, ശ്രദ്ധിക്കണം, രാജ്യത്തിന്റെ അമീറുൽ മുഅ്മിനീനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു കുറെ വാച്ച് ചെയ്തു. അപ്പൊ ഒരു ശ്രദ്ധിച്ചു, എന്താ അദ്ദേഹം ആ വീട്ടിൽ പോയി ചെയ്തത് എന്ന് നോക്കാൻ വേണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി. എന്നിട്ട് ചോദിച്ചു, പിന്നെ അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു കണ്ണ് കാണാത്ത വൃദ്ധയായ ഒരു സ്ത്രീ, കുറച്ച് കുട്ടികളുണ്ട്, പിന്നെ ഒട്ടകം എന്തുണ്ട് കുറച്ച്. അപ്പോ ഇവിടെ ചോദിച്ചു, അല്ല ഇപ്പൊ ആരാ ഈ വീട്ടിൽ വന്നുപോയത് ചോദിച്ചു ആ ഉമ്മയോട്. ആരാ അറിയില്ല, ഏതായാലും മുസ്ലിങ്ങളിൽപ്പെട്ട ഏതൊരു മുസ്ലിമാണ്, മുസ്ലിമായ ഒരു മനുഷ്യനാണ് വീട്ടിൽ വന്നു പോകുന്നത് എന്ന് പറഞ്ഞു. അല്ല അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത് ഇത്ര സമയം? ഒന്നുമില്ല, ഇവിടെ വന്നിട്ട് ആദ്യം ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കും, ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കും, എന്നിട്ട് കുട്ടികൾക്കുള്ള ഭക്ഷണം മാവ് കുഴച്ചിട്ട് ഭക്ഷണം ചപ്പാത്തിയോ റൊട്ടിയോ ഹുബുസോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ഇവിടെ പിന്നെ ഒട്ടകം അല്ലെങ്കിൽ അവിടെയുള്ള കാലികളിലും അതിന് പാല് കറന്നുകൊണ്ട് വെച്ചിട്ട് പോകും. അപ്പൊ അത് ആരാന്നറിയാം, എനിക്കാരാന്നറിയില്ല, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ. അവ ശരിക്കും ഉമർ റളിയല്ലാഹു അൻഹു തരിച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ശരിക്ക് അവർക്കുള്ള ഈ അടുത്ത ഉമർ റളിയല്ലാഹു അൻഹു കഥ പറഞ്ഞാൽ അതിനാണ് നമ്മൾ അത്ഭുതപ്പെടും. കാരണം ഇവർക്ക് മോട്ടിവേഷൻ ഇവിടെ മുൻഗാമികളാണ്. അബൂബക്കർ സിദ്ദീഖ് ഖാന്റെ മോട്ടിവേഷൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പാഠം പഠിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു പാഠം പഠിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പഠിക്കുന്നത്. അപ്പൊ അവരുടെ ചരിത്രം ഇങ്ങനെ കണ്ട് അവർ അത്ഭുതപ്പെടും, അവർ കരയാണ് ഇരുന്നിട്ട് ഇവരൊക്കെ നന്മകൾ ഇതാരും അറിയുന്നില്ല. പക്ഷെ ആ ഉമ്മാക്ക് ആരാന്ന് പറയുന്നില്ലാന്ന്. ആ വന്ന സ്ത്രീയോട് ഞാൻ ഒന്നും ഇതേ ചരിത്രം തന്നെയാണ് പുനരാവർത്തനം എന്ന നിലയ്ക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാര കാലഘട്ടത്തിൽ നടക്കുന്നത്. ഇതേ ആവർത്തനം, ഇതുപോലെ ഒരുപാട് നന്മകൾ ആരാന്ന് പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ചെയ്യുന്ന നന്മകൾ ഏതെങ്കിലും ഇങ്ങനൊന്നുമില്ല, ഏതെങ്കിലും അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടോ? ഞാന് നമ്മുടെ അടുത്ത് നടന്നൊരു സംഭവം പറയാം. ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോ പള്ളിയിൽ ഒരു പോഡിയം, ഇതുപോലെ തന്നെ ഇരുന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്ന പോഡിയം പള്ളിയിൽ കൊണ്ടുവച്ചിരുന്നു. പള്ളിയിൽ ആരോ കൊണ്ടുവച്ചാണ്, അല്ലെങ്കിൽ പള്ളിക്ക്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ക്ലാസ് എടുക്കുന്നത് അറിഞ്ഞപ്പോ ഒരാളത് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ക്ലാസ്സിൽ അന്വേഷിച്ചു, പിന്നെ ഇത് ആരാ ഇവിടെ കൊണ്ടുവച്ചത്, ഇത് നല്ല ഉപകാരമാണ്, കാരണം ക്ലാസ് എടുക്കാൻ നമുക്ക് സൗകര്യമാണ്, പിന്നെ അതുപോലെ ഖുർആൻ വായിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ. അതിന് ഒരു വർഷത്തോളം ക്ലാസ് എടുത്തു. ഈ കൊണ്ടുവച്ച ആൾ ഈ ക്ലാസ്സിൽ കിട്ടുമോ? ഞാൻ ചോദിച്ചിട്ട് ആരും അത് പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പള്ളി കമ്മിറ്റി അടക്കം ഇത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് പോയത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പള്ളിയിൽ എല്ലാ പള്ളിയിലും ആരെങ്കിലും സ്പോൺസർ ചെയ്തായിരിക്കും. അത് മറ്റു പല പള്ളിയിൽ അന്വേഷിച്ചപ്പോൾ അവിടെ കിട്ടിയിട്ടില്ല, പരിസരത്തൊരു പള്ളിയിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു. അങ്ങനെ ഞാനൊരു ദിവസം പിന്നെ ആ പരിസരത്ത് ചില വീട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ചില ഭാഗത്ത്. അപ്പൊ അങ്ങനെ ഒരു വീട്, നമ്മുടെ ഒരു പുറത്തന്റെ വീട്, അയാൾ ഷിഫ്റ്റ് ചെയ്ത് പോയി. അപ്പൊ അയാളുടെ ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മാനെ കാണാൻ വേണ്ടി പോയപ്പോ സംഭവം എന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതേപോലെ ഒരു സാധനം ഉണ്ട്. വെച്ചാൽ അദ്ദേഹമാണ് ഇവിടെ പള്ളി, അദ്ദേഹം ഞാൻ ക്ലാസ്സിൽ ചോദിക്കുമ്പോ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഞാൻ പറഞ്ഞത് ചില പറയുന്നില്ലാന്ന് വെച്ചാൽ ഒരു ചെറിയൊരു നന്മയാണ്. അതിനിപ്പോ കൂടി 1000 രൂപ എടുത്താന്ന് വെച്ചാൽ അത് ആരും അറിയേണ്ട നിലയ്ക്ക് കൊണ്ടുവച്ചത് പോലും ആരും കണ്ടിട്ടില്ല. അത്ഭുതമാണ്. അപ്പൊ നമ്മൾ ചെയ്ത ചില സൽക്കർമ്മം ഉണ്ട് വെച്ചാൽ അത് രഹസ്യമാക്കിയാൽ അതിന്റെ ഗുണം വേറെയാണ്. അത് ചെറുതാണ്, വലിയ പുറത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തനങ്ങൾ ഈ പരിശുദ്ധമായ റമദാൻ നമ്മളോട് ഇങ്ങനെ പോകുകയാണ്, ഇങ്ങനെ കൊഴിഞ്ഞു പോകുകയാണ്. ഈ റമദാനിൽ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം, ഒരു ആവേശം എന്നുള്ളത് നമുക്ക് ഇനി ഈ അടുത്ത കുറെ മാസങ്ങൾക്ക് അത് നിലനിർത്താൻ കിട്ടുന്ന എന്തെങ്കിലും ചില നന്മകൾ നമ്മൾ പഠിക്കണം, നമ്മൾ മാറണം. രണ്ട് രീതിയിൽ പറയും. ചില നിനക്ക് റമദാൻ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയും പറയിപ്പിക്കാം. എന്ത് റമദാൻ ഒരു മാറ്റമല്ലല്ലോ, ഇതിനാ നോമ്പെടുത്തെന്ന് ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം. അപ്പൊ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ചെറിയൊരു മാറ്റം എന്തെങ്കിലും ഒരു സംസാരങ്ങളിൽ, സ്വഭാവ രംഗത്ത്, നമ്മുടെ കച്ചവട രംഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുമായ സംസാരങ്ങളിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ, എന്തെങ്കിലും ആരാധനാ രംഗത്ത്, നമ്മുടെ ഇബാദത്തിന്റെ ഇതെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. നമ്മൾ ചെറുതായിട്ട് വിചാരിച്ചാൽ മതി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരുപാട് സമയം ദൈർഘ്യമായിട്ട് ഒരു ഫേസ് ചെയ്യാനുള്ള സമയമല്ല. എങ്കിലും ഇത്തരം നന്മകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പഠിപ്പിച്ച ഒരുപാട് നന്മകൾ ഹദീസുകളുണ്ട്. അതിലൊന്നുകൂടി ഞാൻ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅവത്തുൽ മർഇ മുസ്ലിം ലിഅഖീഹി ലിൽഗൈരിൽ ഗൈബി മുസ്തജാബത്തുൻ. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക. അത് ആരറിയുന്നില്ല. ഈ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരറിയുന്നില്ല. അതിന് മുസ്തജാബത്തിന് ഉത്തരം കിട്ടും. ഉത്തരം നിങ്ങൾ കേട്ടുള്ള ഹദീസ് പലതാണ്. കാരണം അതിനെ വെച്ചാൽ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നവന്റെ തലയ്ക്ക് മീത് ഒരു മലക്ക് വരും. എന്നിട്ട് നമ്മൾ എന്ത് ഹദീസ് കാണാം,
ഇൻദ റൈസിഹി മലക്കുൻ മുഅക്കിലുൻ കുല്ലമാ ദഅ ലി അഖീഹി ബിഖൈർ. തന്റെ സഹോദരന്റെ ഖൈറിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മലക്കുകൾ പറയും അൽ മലക്കുൽ മുവക്കിൽ ബിഹി ആമീൻ, അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കണേ. കാരണം മലക്ക് ആമീൻ പറഞ്ഞ വിഷയം മാറി, അതിന് ഗ്രേഡ് കൂടി. മലക്ക് ബിബിസിലി അടുത്ത മലക്കിന്റെ ദുആ, റബ്ബേ ഇവൻ അവന് വേണ്ടി എന്താണോ പ്രാർത്ഥിച്ചത് അത് ഇവനും കൊടുക്കണേ. അതായത് നമ്മൾ നമ്മുടെ മറ്റൊരാൾക്ക് വേണ്ടി ഇപ്പൊ നമ്മളൊക്കെ പള്ളിയിൽ വരുന്നുണ്ട്, എത്ര ആൾക്കാർ നമ്മൾ കാണുന്നു, എത്ര ഒപ്പം നിൽക്കുന്നു, എല്ലാ വക്തിനടുത്ത് തറാവിനടുത്ത് നോമ്പ് തുറക്കി ഒപ്പം പള്ളിക്ക് സെക്രട്ടറി പ്രസിഡന്റ്, ഇവിടെ സെക്രട്ടറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വെച്ചാൽ അവന് വേണ്ടിയാ ഞാനാ ഇവിടെ നിൽക്കണ തന്നെ ഭാഗ്യം. അങ്ങനെ ആയിരുന്നല്ലോ. സെക്രട്ടറി പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ, പ്രസിഡന്റ് ട്രഷറിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ, ട്രഷറർ കൂടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. അതിന്റെ കൂടെ എന്താ നമ്മളായി. അപ്പൊ അതുകൊണ്ട് സലഫുകൾ എന്താ ചെയ്യാനറിയോ? സലഫുകളുടെ രീതി എന്താ വെച്ചാല് അവർക്കൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, വേറൊരാൾക്ക് വേണ്ടി ചോദിക്കും. ബഷീർ ഖാൻ സ്വർണം കൊടുക്കണേ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇവിടെ എന്താ എന്തിനാണ് എനിക്ക് കിട്ടാൻ? എനിക്കൊരു കാര്യം ആവശ്യമാണെങ്കിൽ ഞാൻ വേറെ സലഫുകളുടെ രീതിയാണ്. കാരണം എന്താ, ഞാൻ എനിക്ക് വേണ്ടി ചോദിക്കുന്നതിനേക്കാൾ ഫാസ്റ്റ് ആണ് എന്ത്? കാരണം മലക്കുണ്ട്, മലക്കാമീൻ പറയും, മലക്ക് എനിക്ക് കിട്ടാം. അപ്പൊ നമ്മൾ അതാണ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഹൃദയവിശാലത. ഇപ്പൊ നമ്മൾ കുറെ ദുആ ചെയ്യുന്നുണ്ട്, നിസ്കാരം കഴിഞ്ഞ് ഫർസ്കാരം കഴിഞ്ഞ് ഏതായാലും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉറപ്പാണ്, ഒരു സംശയമല്ല. എല്ലാവരും ഉപ്പാക്കുമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഭാര്യക്കും മക്കൾക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. പിന്നെ നമുക്ക് വേണ്ടി പിന്നെ ഉണ്ടോന്ന് പരിശോധിക്കണം. അപ്പോ അബൂ ദർദാ റളിയല്ലാഹു അബൂ ദർദാ നിസ്കാരത്തിൽ സുജൂദില് 360 കൂടെയുള്ള സഹപ്രവർത്തകർ എത്ര? 360 ആളുകളുടെ പേരെടുത്തിട്ട് സുജൂദിൽ പ്രാർത്ഥിക്കും കുറെ സമയം. 360 കേട്ടോ. ഇപ്പൊ ഭാര്യ വീട്ടിലുണ്ട്, ഇങ്ങനെ പേര് കേൾക്കുകയാണ് സുജൂദില്. നിസ്കാരം ചോദിക്കും, അല്ല അബൂ ദർദാ നിങ്ങൾ എന്ത് ഇത്രയും പേരുകൾക്ക് ഓരോരുത്തർ പേരെടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണ്ടല്ലോ ഇന്നത് കിട്ടാൻ? അപ്പൊ അബൂ ദർദാ പറഞ്ഞു, ഉമ്മു ദർദാ അതെ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാല് ആ പ്രാർത്ഥനയുടെ ഉത്തരം നമുക്കും അതുപോലെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്നാണ്. സുബ്ഹാനല്ലാഹ്. നോക്കി, അപ്പൊ നമ്മുടെ ഈ പ്രാർത്ഥന നമ്മുടെ ചങ്കുകൾ വേണം. എന്റെ ചങ്കാണ്, എന്റെ കരലാണ്, ലിവറാണെന്നൊക്കെ പറയും റസൂലേ. അവരെ പോയിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന അവർ വേണം. ഉമ്മയപ്പയും മക്കളും ലശാനിമാരൊക്കെ എല്ലാവരും വരും, അതെല്ലാവരും ദുആ ചെയ്യും. അതിന് പുറത്തൊരാൾ വേണം. നമ്മുടെ ഇമാമു ഖത്തീബിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനാണ്. ഖത്തീബ് കമ്മിറ്റിക്ക് വേണ്ടി ഉണ്ടോ ചോദിച്ചു നോക്കി. കമ്മിറ്റിക്ക് ഖത്തീബിന് വേണ്ടേ? നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണ്ടേ? ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ ഇമാമിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് നേതൃത്വം നൽകുന്നവർക്ക് പ്രാർത്ഥിക്കണ്ടേ? വേണം. അവരൊക്കെ പ്രാർത്ഥന വരണം. നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്ക് ഉപകാരം ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലാത്ത കുറെ പേരുകൾ വേണം. സമയം ഒരുപാടായിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ ആവശ്യത്തിലാണ് നമ്മൾ ഈ റമദാൻ പിരിയുമ്പോൾ ഈ റമദാൻക്ക് ഒരുപാട് ഗുണങ്ങളുടെ, സ്വഭാവങ്ങളുടെ, സൽക്കർമ്മങ്ങളുടെ ഒരുപാട് എണ്ണങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ റമദാൻ ഒരു പ്രചോദനമാകട്ടെ. നോമ്പും രാത്രി നമസ്കാരവും ക്ലാസ്സുകളും ഒരു പ്രചോദനമായി മാറട്ടെ. അള്ളാഹുവിന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അർഹമുർ-റഹീമീനായ പടച്ചതമ്പുരാൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പോരായ്മകളും വീഴ്ചകളും നമ്മുടെ കുറവുകളും അർഹമുർ-റഹീമീനായ നാഥൻ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും സമ്പത്തിലും ഖൈറും ബർക്കത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്കിടയിൽ സ്നേഹബന്ധവും ഐക്യവും ഇഷ്ടവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ ദുആ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.